ഈ കാണുന്നതാണ് താജ് യശ്വന്ത്പൂർ. അപ്പം നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ വന്നേക്കൊണ്ട് ഈ സാധനം തൊട്ടടുത്താണെങ്കിൽ യശ്വന്ത്പൂർ മെട്രോ സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്ന് നേരെ ഇറങ്ങിയിട്ട് നേരെ കയറുകയും ചെയ്യാം. അങ്ങനെ ഒരു അഡ്വാൻറ്റേജും ഉണ്ട്. നടവാതിലും തുറന്ന് കടവാവലുകൾ വരുന്ന പോലെ നമ്മൾ കയറിയിട്ടാ. കയറിയപ്പോൾ തന്നെ വിശാലമായിട്ടുള്ള കാഴ്ചകളായിരുന്നു. പ്രത്യേകതരം ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും പിന്നെ ചെയർ മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെ ഒരു പ്രത്യേകതരം ലൈറ്റിങ്ങനെ ഉണ്ട്. അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി നമ്മൾ അടുത്തായിട്ട് പോകാൻ പോകുന്ന റൂം ടൂറിലേക്കാണ്. ഗൈസ് നമ്മളപ്പോൾ താജിൻ്റെ ഒരു റിവ്യൂ ചെയ്യാൻ പോകണ്ട. ഫസ്റ്റ് ടൈമാണ് താജിൽ. അത്യാവശ്യം നല്ല ഒരു ഏരിയ ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് അപ്പോൾ നമ്മുടെ റൂം 730. ഓൾറെഡി നമ്മൾ കയറി എന്നിട്ട് ഒന്ന് കാണിക്കണം കേട്ടോ. അത്യാവശ്യം വലിയൊരു റൂമാണ് കേട്ടോ. എവിടെ പോയാലും ബാത്റൂം ടൂർ ചെയ്തില്ലെങ്കിൽ സമാധാനം ഇല്ല കേട്ടോ. അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ്. രണ്ടും ഷവർ ഏരിയയും ടോയ്ലറ്റ് ഏരിയയും സെപ്പറേറ്റ് ആണ്. അതിനിടയിൽ ഒരു ഡ്രസ്സിങ് ഏരിയ പോലെ സംഭവമുണ്ട്. അത്യാവശ്യം രസമുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ വരുന്നത്. ഇവിടെ ഇതാണ് ടോയ്ലറ്റ് ഏരിയ. ഇവിടുത്തെ രസം തോന്നുന്നത് ഈ ഒരു അറേഞ്ച്മെൻറ്റ്സ് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിട്ടാ. ഇവർ ടവൽസ് വെച്ചേക്കുന്നത് ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അത്യാവശ്യം കുറച്ച് ഹോട്ടൽസിൽ പോയിട്ടുണ്ട്. എന്നാലും ഇവിടെ എനിക്ക് പ്രത്യേകമായിട്ട് തോന്നി. പിന്നെ ഇതാണ് നമ്മുടെ ഷവർ ഏരിയ. ഷവർ ഏരിയ ഒരാൾക്ക് അത്യാവശ്യം നിന്ന് കുളിക്കാൻ പറ്റിയുള്ള അടിപൊളിയുണ്ട്. മോളിൽ നിന്ന് വെള്ളം വരുന്നു. ഇതുപോലെ തന്നെ ഹാൻഡ് ഷവർ ഉണ്ട്. ഇതാണ് നമ്മളുടെ ഷവർ ജെല്ല്, പിന്നെ ഹെയർ ക്ലെൻസർ, കണ്ടീഷണറൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു പണി നോക്കാം. ആകെ കുറച്ചും കൂടി ഉള്ളൂ, എന്നാലും നോക്കാം. ഇപ്പോൾ ഇതെല്ലായിടത്തും ഉള്ള പോലെ തന്നെ ഡ്രസ്സൊക്കെ വെച്ചിരിക്കുന്ന പോലെ തന്നെ ഒരു അയൺ ടേബിൾ ഉണ്ട്. അയണിങ്ങിന് വേണ്ടിയിട്ടുള്ള ബോക്സ് ഉണ്ട്. പിന്നെ വന്നിട്ട് കബോർഡ്, ഒരു ലോക്കർ ഏരിയ ഉണ്ട്, പില്ലോ ഉണ്ട്, അഡീഷണൽ പില്ലോ ഉണ്ട്. കബോർഡ് കൊള്ളാം. പിന്നെ നമ്മൾ വീട്ടിലേക്കിടക്ക് കട്ടുകൊണ്ട് പോകുന്ന ചായപ്പൊടികളും സാധനങ്ങളൊക്കെ ഉണ്ട്. ആപ്പ് എടുക്കാറില്ല, മതിയായി. നല്ലൊരു ഗാലക്സി S25 ടി വി, സോണിയുടെ ടി വിയാണ്. സോറി, കമ്പ്യൂട്ടറാണ്. ഓക്കെ, ടച്ച് പരിപാടിയൊക്കെയാണ്. അല്ല, ടച്ച് ചെയ്യലും വർക്ക് ചെയ്യുന്നുണ്ടോ എനിക്കറിയില്ല കേട്ടോ അങ്ങനെയാണ്. ഇപ്പോൾ എന്തായാലും ഞാൻ വൈശാഖമാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് കേട്ടോ. പിന്നെ ഒരു പ്രത്യേകത കേട്ടോ, ഇവിടെ കിടന്നിട്ട് നേരെ ചില്ലിൽ കൂടെ നോക്കിയാൽ മതി. നമ്മളെ പൂളാണ് താജില. പിന്നെ നേരെ ആ പ്രത്യേകം ഉണ്ട്, മെട്രോ ആണ്. മെട്രോ ആണ് പോകുന്നത്. അതുകൊണ്ടോ ബാംഗ്ലൂർ അത്യാവശ്യം ബാംഗ്ലൂരിൻ്റെ കുറച്ച് പുറത്തേക്കും സിറ്റിയുടെ പുറത്തേക്കും മെട്രോ വരുന്നുണ്ട്. അത് നല്ല അടിപൊളിയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഞാൻ മെട്രോ ബാംഗ്ലൂർ നഗരത്തിൽ മാത്രമുള്ളൂ എന്നാണ് വിചാരിച്ചത്. ഇത് മറ്റേ സ്ഥലത്ത് പേര് മറന്നു, യശ്വന്ത്പൂർ. താജ് യശ്വന്ത്പൂരിലാണ്. ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. എൻ്റെ ഫോണൊക്കെ ഒന്ന് ചാർജ് ചെയ്യേണ്ടി എങ്ങനെയാണ്. അത്യാവശ്യം നല്ല അടിപൊളിയാണ്. എനിക്ക് നല്ല സ്പേഷ്യസ് ആയിട്ട് തോന്നിയ ഒരു റൂം. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത്. നല്ലൊരു വലിപ്പമുള്ളൊരു കണ്ണാടിയുണ്ട്, എമർജൻസിക്കുള്ള ഫോണുണ്ട്, TV, വെള്ളം, കാര്യങ്ങൾ. ഒരു ദിവസം കൂടെ ഉണ്ടാവുള്ളൂ കേട്ടോ. നാളെ നമ്മൾ വെക്കേറ്റ് ചെയ്യും. നമ്മളെ മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതിനൊന്നാണ് എന്തായാലും നല്ല അടിപൊളിയല്ലേ. പിന്നെ എനിക്ക് തോന്നണേ ഇത് ഒരു സെയിൽസ്മാനെ സംബന്ധിച്ചിടത്തോളം, ഒരു സെയിൽസ് പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അഡീഷണൽ പെർപ്പസ് ആയിട്ടാണ് ശരിക്കും നമുക്ക് ഇതുപോലത്തുള്ള അത്യാവശ്യം വലിയ ഹോട്ടലിലൊക്കെ താമസിക്കാൻ സാധിക്കുന്നതും നല്ല ഹെവി ഫുഡ് കഴിക്കാൻ സാധിക്കുന്നതും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ നമ്മളൊരു അഡീഷണൽ പെർപ്പസ് ആയിട്ട് കാണുന്നു ഇതിനെ. അപ്പോൾ എന്തായാലും കുറച്ച് ഈ ഒരു ഫീൽഡിലായതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലത്ത് ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഹോട്ടൽസിലൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും താജിൻ്റെ റൂം ഇഷ്ടപ്പെട്ടപ്പോൾ വിചാരിക്കുന്നു. ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു, അതുകൊണ്ടാണ് ജസ്റ്റ് ഒരു റൂം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്തായാലും അടിപൊളി. അപ്പോൾ ബൈ.